അസ്സലാമലൈക്കും. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വ്ലോഗാണ്. അപ്പോൾ ഞങ്ങൾ ഡൽഹിക്കൊരു യാത്ര പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ആഗ്രഹിക്കുള്ള ട്രെയിൻ യാത്ര ബോറായിരിക്കും വിചാരിച്ച് പോകുമ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു കൂട്ടുകാരെ കിട്ടി. അതായത് കുറേ അച്ഛനും അമ്മമാരും കാശിക്ക് പോകണമല്ലോ. അപ്പോൾ അവരോട് ഓരോ കഥകൾ പറഞ്ഞ് ഞാൻ ഒരു 2 ഡേ അങ്ങനെ അവിടെ പോയി. വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അന്ന്. ഇത് 3-ാമത്തെ ദിവസം എടുത്ത വീഡിയോ ആണ്. ഞങ്ങൾ ഇറങ്ങണതിൻ്റെ അന്ന് എടുത്ത വീഡിയോ. അപ്പോൾ അവരോട് ഓരോ ഫാമിലീൻ്റെ കാര്യങ്ങൾ നമ്മളെ ഫാമിലീൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഭയങ്കര ചിരിയും കളിയും ഫുഡ് ഷെയറിങ്ങും എല്ലാം ആയിട്ട് ഇങ്ങനെ പോകും. പിന്നെ ആ ട്രെയിനിലൊരു കാര്യം വെച്ചാൽ രാത്രി നമുക്ക് പേടിയാവും. ഒരു വൈറ്റ് ബെഡ്ഷീറ്റ് എടുത്ത് മേലിങ്ങോട്ട് പൊതിക്കുമ്പോൾ ഭയങ്കര പേടിയായിട്ട് കൊണ്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം വെച്ചാൽ അവർ ഭയങ്കര നമ്മളെ ഫ്രണ്ട്സിനോട് സംസാരിക്കണോണം ഭയങ്കര ചിരിച്ച് കളിച്ച്. അവർക്കൊക്കെ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ എന്ന് പറയുന്നത് ചിലർ റഫായ ആർമിക്കാരനൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ റഫായിട്ട് ഇങ്ങനെ ഇരിക്കുക. ചിലർ നല്ല കമ്പനിയായിട്ട്, ചിലർ കുറേ ആൾ ഫുഡൊക്കെ കൊണ്ടുവന്നിരിക്കണം. അതായത് ഈ നെല്ലിക്കൊപ്പിട്ട് അങ്ങനത്തെ എല്ലാ കാര്യവും ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. ഞങ്ങളെന്തോ ഭയങ്കര കാര്യനും. അങ്ങനെ ഞങ്ങൾ 2 ഡേ ആൻഡ് ആ 2 ഡേ പോയത് തീരെ അറിഞ്ഞില്ല. ഒരു ബോറിങ്ങും ഇല്ലാണ്ട് അവിടെ എത്തി. കാക്ക ആഗ്രയിലേക്ക് പിക്ക് ചെയ്യാൻ വരാനാണ് പറഞ്ഞത്. എന്നിട്ട് അവിടുന്ന് ചുറ്റി കാണാനുള്ള ഒരു പ്ലാന് അങ്ങനെയുള്ളൂ. വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാത്തൊരു പോക്കാണ്. ഇടയ്ക്ക് ഇങ്ങനെ ടീ കുടിക്കുക, ഫുഡ് കഴിക്കുക, ഉറങ്ങുക, എണീക്കുക. ഇതൊക്കെ തന്നെ എൻ്റെ മെയിൻ പരിപാടി. ഉറങ്ങുക. അതിൻ്റെ ഇടയിൽ അവരോട് സംസാരിക്കുക. ഇതൊക്കെ തന്നെ. ഓരോ ഇടയ്ക്ക് ഉറങ്ങും. അവർക്ക് ക്ഷീണം ഉണ്ടാവില്ല. ഒരു വയസ്സായവരിലാണല്ലോ. അപ്പോൾ രാത്രിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറിങ് ആയിട്ടും RAC ആയിരുന്നു സീറ്റൊക്കെ. ഭയങ്കര നമ്മളോട് ഒരു അടുപ്പുള്ള പോലെ ആദ്യം തന്നെ. അപ്പോൾ ഞങ്ങൾ കാക്കൻ്റെ അടുത്ത് എത്തിയാറുള്ള വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങ് വിശന്നിടുന്നൂടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പൂരിയും എന്തോ കടലക്കറിയൊക്കെ ആണ്. ഇഷ്ടമായില്ലേലുമായിട്ട് കഴിക്കുക തന്നെ. അവിടെ ഒരു ചേച്ചി ഉള്ളി അരിയുണ്ടായിരുന്നു. അത് അരിഞ്ഞിട്ട് ഞങ്ങളെ കണ്ണിന്നൊക്കെ വെള്ളം വന്നിട്ട് കരച്ചിൽ വന്നിട്ട് ഫുള്ള് വെള്ളം വരിക കണ്ണിന്ന്. കുഞ്ഞാവൊക്കെ വെള്ളം കുടിച്ച് മരിക്കുക. സച്ചുവാണ് അതാ നിലവിളിക്കുക. അങ്ങനെ ആ ചേച്ചിനോട് പറഞ്ഞ ഡോറൊക്കെ അടിച്ച് ഫുഡൊക്കെ കഴിച്ച് റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് ഇറങ്ങാനുള്ള രീതിയിൽ ഞങ്ങൾ പോയി. അങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വ്ലോഗിൽ ബൈ.